റേപ്പ് കൾച്ചർ നമുക്ക് ഇപ്പോൾ നേരത്തെ മരൈറ്റൽ റേപ്പ് എന്ന് പറയും പോലെ മരൈറ്റൽ റേപ്പ് കല്യാണം കഴിഞ്ഞ ആൾക്കാരെ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ അതിനപ്പുറത്തേക്കൊരു റേപ്പിൻ്റെ ഒരു കൾച്ചറുണ്ട്. ആൾക്കാരെ അങ്ങോട്ട് ചെന്ന് കടന്നു പിടിച്ച് അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങൾ കാണിക്കുക തുടങ്ങിയ തരത്തിലുള്ള മാനസിക വിഭ്രാന്തികൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്. എന്തായിരിക്കാം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പിന്നിലെ കാരണം? എല്ലാ സമൂഹത്തിലും എല്ലാ മനുഷ്യരുടെ ഇടയിലും പെർവേർഷൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിപ്പം ഏത് സൊസൈറ്റി എടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ ഒരു അബ്നോർമൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പം സെക്ഷുവാലിറ്റി എപ്പോഴാണ് അബ്നോർമൽ ആകുന്നത്? അത് പരസ്പര സമ്മതമില്ലാതെ, ഉഭയകക്ഷി സമ്മതമില്ലാതെ പ്രായപൂർത്തിയാകാത്തവർ തമ്മിൽ ഏർപ്പെടുമ്പോഴാണ് അതൊരു വൈകൃതമാകുന്നത്. ഇപ്പം വോയറിസം അല്ലെങ്കിൽ എക്സിബിഷനിസം. ഇപ്പം ഞാൻ വീട്ടിലിരുന്ന് പോൺ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാണോ? കഥ കടച്ചിരുന്നു പ്രശ്നമല്ല. ഇത് ഞാൻ വേറൊരാളെ കാണിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ഇല്ലേ? പബ്ലിക്കായിട്ടിരുന്ന് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് പറയുന്നത് പോലെ എക്സിബിഷനിസം. ഞാൻ വീട്ടിൽ എൻ്റെ പങ്കാളിയുടെ ഫ്രണ്ടിൽ തുണി അഴിച്ച് കിടന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടോ? ഇല്ല. ഇത് പക്ഷേ പരസ്യമായിട്ട് ഞാൻ ഒരു ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ചെയ്താലോ എന്നെ പിടിച്ച് ജയിലിലിടും ഇല്ലേ? അപ്പോൾ ഇത് ലൈംഗികത എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റുവലാണ്. അപ്പോൾ ഈ പറഞ്ഞ റേപ്പ് എന്ന് പറയുന്ന ഒരു ക്രൈമാണ്. അതിന് വേറെ അതിൻ്റെ അകത്ത് വേറെ അപ്പീലൊന്നുമില്ല. അതുപോലെ തന്നെ മൈനറുമായിട്ട് അല്ലെങ്കിൽ ഏർപ്പെടുന്ന ഒരു ശാരീരിക ബന്ധം എന്ന് പറയുന്നത് പോക്സോ കേസിലേക്ക്, പോക്സോയുടെ നിയമത്തിൻ്റെ അടിയിൽ വരും. അതിൻ്റെ അകത്ത് വേറെ നിങ്ങൾക്ക് രണ്ട് ഡിബേറ്റ് ഒന്നുമില്ല. അത് രാജ്യത്തിൻ്റെ നിയമമാണ് അവിടെ വരുന്നത്. ബാക്കിയുള്ള ലൈംഗിക പ്രവർത്തികളിലെല്ലാം തന്നെ കോണ്ടെക്സ്റ്റുവലാണ്. അത് എക്സിബിഷനിസം ആയാലും വോയറിസം ആയാലും. പക്ഷെ ഇതിനെയൊക്കെ ഒരേ കണ്ണിലൂടെ എന്തായിരിക്കാം ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചിന്താഗതികൾ കൂടിയായിരിക്കാം അവർ കടന്നു പോകുന്നത്? ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആര് കടന്നു പോകുന്നത്? ഈ ഇത്തരം റേപ്പ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ഒരു എന്താ പറയുക ഒരു പീഡോഫിലിക്കായിട്ടുള്ള ആൾക്കാരൊക്കെ പീഡോഫിലിക്ക് ഒരു വലിയ എലമെൻറ്റ് അതിൻ്റെ അകത്തൊരു ബയോളജിക്കൽ എല്ലാത്തിനും. ഇപ്പോൾ ലൈംഗികത എന്ന് പറയുന്നത് തന്നെ ബയോ സൈക്കോ സോഷ്യൽ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണ് ഞാനിത് കൈ വിട്ട് കഴിഞ്ഞാൽ താഴോട്ട് പോകും. എന്തുകൊണ്ടാണ്? ഗുരുത്വാകർഷണം. പക്ഷേ സെക്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് ഈ ഗുരുത്വാകർഷണം പോലെ തന്നെ ഇവിടുന്ന് രണ്ട് തുല്യ ശക്തികളും കൂടെ ഉണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഫോൺ താഴോട്ട് പോകുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. കാരണം എന്താണ്? ഏത് സൈഡിൽ നിന്നാണോ ശക്തി കൂടുതൽ വരുന്നത് ആ സൈഡിലോട്ട് പോകും ഇല്ലേ? അപ്പോൾ ഈ ലൈംഗികത എന്ന് പറയുന്നത് എസെൻഷ്യലി ബയോ സൈക്കോ സോഷ്യലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളിൽ ഇപ്പം ബയോളജി, അതായത് ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷനൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള പഠനങ്ങൾ തന്നെ വളരെ പരിമിതമാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പീഡോഫീലിയ ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് പല പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊക്കെ ആധികാരികമായിട്ട് കൺക്ലൂസീവായിട്ട് പറയണം എന്നുണ്ടെങ്കിൽ വ്യക്തമായ പഠനങ്ങൾ വേണം. ഇതിനകത്ത് നമുക്ക് പറയാം ഒരു ജനറ്റിക് കോമ്പൗണ്ട് ഉണ്ട്, വേറെ സ്വാധീനങ്ങളുണ്ടാവാം എന്നൊക്കെ പറയാതെ നമുക്കൊരു കൺക്ലൂസീവായിട്ട് കൊണ്ടുവരാൻ ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റത്തില്ല. കാരണം സെക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ബൈ വെരി നേച്ചർ അത് പഠിക്കാനായിട്ട് ഒത്തിരി പരിമിതികളുണ്ട്. കാരണം അതൊരു എത്തിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. കാരണം ഇത് ഇപ്പോൾ ഹൃദ്രോഗം പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ശ്വാസകോശ തടസ്സം റിസർച്ച് ചെയ്യുന്നത് പോലെയോ ഒന്നും റിസർച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു നെർവുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയല്ല, വളരെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായിട്ടും നമ്മുടെ ടോട്ടൽ സിസ്റ്റവുമായിട്ടും ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. സാധാരണ മനുഷ്യൻ കുട്ടികളിൽ ഒരു ലൈംഗിക താല്പര്യം പ്രകടിപ്പിക്കാറില്ല. ചെറിയ കുട്ടികൾ എന്ത് ലൈംഗിക താല്പര്യം പ്രകടിപ്പിക്കാനാണ്? വളരെ നിഷ്കളങ്കതയും വാത്സല്യമായിരിക്കും സാധാരണ മനുഷ്യന് തോന്നാനുള്ള സാധ്യത കൂടുതൽ. അവിടെയാണ് കുട്ടികളിലേക്ക് ഇന്നിപ്പോൾ അങ്ങനെ ഒരു വികാരം തോന്നുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് കേട്ടോ. ഞാൻ വാർത്തകളിൽ നിന്ന് അറിയുന്നത് കൊണ്ടാണോ എന്നറിയില്ല. നേരത്തെ ഇനി ഇത്തരത്തിലുള്ള മനുഷ്യർ ഒരുപാട് ഉണ്ടാവാം, ചിലപ്പോൾ നമ്മൾ വാർത്തകൾ കൂടി അറിയാത്തായിരിക്കും. എന്തായാലും ഇത്തരം മനുഷ്യരുടെ എണ്ണം വളരെ നല്ല രീതിയിലുണ്ട്, സമൂഹത്തിൻ്റെ ഒരു വലിയ പങ്കുണ്ട്. എന്തായിരിക്കും അവർക്ക് അത്തരത്തിലൊരു ചിന്ത? അത് അങ്ങനെ അവരിലേക്ക് മാത്രം ഉണ്ടാകുന്നത് അല്ല. അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സ്വഭാവ വൈകൃതങ്ങൾ പല രീതിയിലുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് ബീസ്റ്റിയാലിറ്റി, ഇപ്പം പീഡോഫീലിയ പോലെ തന്നെ ഉള്ള ഒരു വൈകൃതമാണ് ബീസ്റ്റിയാലിറ്റി എന്ന് പറയുന്നത്. അറിയാമോ ബീസ്റ്റിയാലിറ്റി എന്താണെന്ന്? അതായത് മൃഗങ്ങളുമായിട്ട് സെക്സ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഒരു ശതമാനം ആളുകളുണ്ട്. അപ്പം അതിനൊക്കെയുള്ള ഒരു ജനറ്റിക് കോണ്ടെക്സ്റ്റ് ഉണ്ടാവും. ഈ ബീസ്റ്റിയാലിറ്റി ഉണ്ടാവും, നെക്രോഫീലിയ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വൈകൃതമാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരിൽ അബറേഷൻസ് ഉണ്ട്. അബറേഷൻസ് ഈ പറയുന്ന അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ജനറ്റിക് കോമ്പോണൻറ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവാം. ആ വ്യക്തി വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടാവാം. പല കാരണം, അത് ഞാൻ പറഞ്ഞത് ബയോ സൈക്കോ സോഷ്യലാണ്. അപ്പോൾ നമുക്കിത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വീണ്ടും ഗവേഷണങ്ങൾ ആവശ്യമാണ്. അത് നടക്കുന്നതേ ഉള്ളൂ.
പറഞ്ഞില്ലേ ഈ ഒരു മേഖലയിൽ ലൈംഗികതയിൽ പ്രത്യേകിച്ചും മറ്റു മേഖലകൾ പോലെ ഒരു ഗവേഷണം നടത്തുന്നതിൽ ഒത്തിരി പരിമിതികളുണ്ട്. കാരണം ഇത് ആളുകൾ സ്വകാര്യതയിൽ ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ആധികാരികമായിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള ഗവേഷണങ്ങൾ പോലും വന്നു തുടങ്ങിയത് കഴിഞ്ഞ 30 കൊല്ലത്തിലാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ പോലും വളരെ പരിമിതി. ഇപ്പോൾ ജർമ്മനിയിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ആകും ഇവിടെ, ഏതെങ്കിലും സമയത്തുള്ള ചില ഇൻസിഡൻസുകളാകാം ഇവരെ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊന്നും കൺക്ലൂസീവായിട്ട് അൺലെസ് ആൻഡ് അൺടിൽ ദർ ഇസ് സോളിഡ് എവിഡൻസ് ടു പ്രൂവ് ദാറ്റ് ദിസ് ഇസ് പോയിന്റിങ് ടു ദാറ്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇപ്പം ഇവരെ എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ പീഡോഫീലിയ അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉള്ള മനുഷ്യരെ എങ്ങനെയാണ് അവരെ ക്രിമിനൽസ് ആയിട്ട് കാണാതെ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ഉള്ളൊരു രാജ്യമാണ് ജർമ്മനി. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ പലത് ചെയ്യുന്നുണ്ട്. അപ്പം എന്നൊക്കെ പറയുന്നത് പോലെ അല്ലാതെ ഇതിൻ്റെ ഒരു റൂട്ട് കോസ് എന്താണ്, പല കാരണങ്ങളുണ്ടാവും. നമുക്ക് ഒരു പർട്ടിക്കുലർ കോസ് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. സൈക്കോളജിക്കൽ പ്രോബ്ലം മൾട്ടിപ്പിൾ റീസൺസ്, അതെ, മൾട്ടി ഫാക്ടോറിയലാണ്. അതെ അതെ. നമ്മൾ ധാരാളം മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം തന്നെ ഏർലി സ്റ്റേജിൽ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. അത് മറ്റെന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടതുമായ മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അവരെങ്ങനെയായിരിക്കും ഈ കഴിക്കുന്ന മരുന്നുകൾ ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് ബാധിക്കുക? വളരെ നല്ല ചോദ്യമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൈക്കാട്രിക് മെഡിക്കേഷൻസിന് എല്ലാത്തിനും വ്യക്തമായ സെക്ഷൽ സൈഡ് ഇഫക്റ്റുകളുള്ള മരുന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 40% മുതൽ 70% വരെ ഡിപ്രഷനും ആങ്സൈറ്റിക്കും OCDക്കും ഒക്കെ കഴിക്കുന്ന മരുന്നുകൾക്ക് വ്യക്തമായ സെക്ഷൽ സൈഡ് ഇഫക്റ്റുകളുള്ള മരുന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടുള്ളൊരു ബോധം വേണം. ഇത് നിങ്ങളുടെ ലൈംഗിക ശേഷിയെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സാധ്യത മാത്രമല്ല, ഇതൊക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇത് ഈ മരുന്നുകൾ കഴിച്ച് നിർത്തിയാൽ പോലും വിട്ടുമാറാത്ത ലൈംഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു അപകടം കൂടിയുണ്ട്. അതിനെ ഇന്ന് വൈദ്യശാസ്ത്രം വിശേഷിപ്പിക്കുന്നത് PSSD എന്നാണ്, അതായത് പോസ്റ്റ് SSRI സെക്ഷൽ ഡിസ്ഫങ്ഷൻ. SSRI മരുന്നുകളാണ് ഇതിനു വേണ്ടി കൊടുക്കുന്നത്. ഈ പറഞ്ഞ ആങ്സൈറ്റി, ഡിപ്രഷൻ, OCDക്കുള്ള ചികിത്സ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന മരുന്നുകളാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം അതല്ല. ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർമാർ ഇവരോട് പറയാറില്ല, ഈ കഴിക്കുന്ന വ്യക്തികളോട് ഈ പറയുന്ന സെക്ഷൽ സൈഡ് ഇഫക്റ്റുകളെ പറ്റി ഒരു വാക്ക് പോലും മിണ്ടാറില്ല. ഇത് കാരണം ഞാൻ നോൺ മെഡിക്കൽ സെക്ഷൽ ഹെൽത്ത് കൺസൾട്ടേഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണ്. പലരും 10ഉം 20ഉം വർഷമായിട്ടൊക്കെ സൈക്കാട്രിക് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ ലൈംഗിക ശേഷി എങ്ങനെയാണ് നഷ്ടമായതെന്നോ ഇതെന്തോ പ്രശ്നം ഇത് കാരണമാണെന്നുള്ളതിനെ പറ്റി ഒരു ധാരണയും ഇല്ല. അപ്പം ഇതിൻ്റെ അകത്ത് അവർക്ക് ഇതിൽ നിന്ന് മുക്തമാകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇതിൻ്റെ അകത്ത് അവർക്ക് പലർക്കുമുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സൈക്കാട്രിക് മെഡിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങളിപ്പം എനിക്കിപ്പം ഡയബറ്റിക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മരുന്നുകൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ സ്കാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ. സൈക്കാട്രിക് മരുന്നുകൾ നിശ്ചയിക്കുന്നത് ബ്ലഡ് വർക്കിൻ്റെയോ അല്ലെങ്കിൽ ടെസ്റ്റുകളുടെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല. ഇതൊരു സിംറ്റം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. ഇത് 10 സിംറ്റത്തിൻ്റെ അകത്ത് 5 എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ ആണെന്ന് ഡോക്ടർമാരങ്ങ് തീരുമാനിക്കും. ഇതാണ് വെറും ആർബിട്രറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ശാസ്ത്രത്തിൽ ഇത് ശാസ്ത്രമെന്ന് തന്നെ പറയുന്നതിന് പരിമിതികളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതിൻ്റെ അകത്തെ RCT ട്രയൽസ്, ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്നത് വെറും ഏതാനും ആഴ്ചകൾ മാത്രം നീണ്ടു നിൽക്കുന്നതാണ്. ആ ആഴ്ചകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ട്രയൽസ് നടത്തി കൊടുക്കുന്ന മരുന്നുകളാണ് നിങ്ങൾ ജീവിതകാലം മൊത്തം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പം നിങ്ങൾക്ക് ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് കഴിക്കുന്നത് നിങ്ങൾക്ക് ഇത് കാരണം ഉണ്ടാകുന്ന സൈഡ് ഇഫക്റ്റുകൾ വലിയ അതിവർ പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അപകടം. നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ലൈംഗികതയുമായി ബന്ധപ്പെട്ട് ഈ സെക്സ് പൊട്ടൻഷ്യലും അതോടൊപ്പം തന്നെ മറ്റ് ചില കൗണ്ട് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ അവർ ചില ആയുർവേദ ഡോക്ടേഴ്സെങ്കിലും നമ്മളുടെ മുമ്പ് നദികളിലൊക്കെ കുളിച്ചിരുന്ന ആൾക്കാർക്ക് പ്രശ്നങ്ങളില്ലായിരുന്നു. കാരണം അത്യാവശ്യം കൂളാകുന്നുണ്ട് ഈ ലൈംഗിക അവയവങ്ങൾ, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ കുളി രീതികളൊക്കെ മാറി, അതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വാസ്തവമുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ജീവിത ശൈലി അത് നമ്മുടെ ലൈംഗികതയെ ബാധിക്കും, അതിൽ സംശയമൊന്നുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈംഗികത എന്ന് പറയുന്നത് ബയോ സൈക്കോ സോഷ്യലാണ്. നമ്മുടെ ശരീരം മാത്രമല്ല, ജനറ്റിക്സോ ഹോർമോൺസോ ഈ പറയുന്ന ക്രോമസോംസോ മാത്രമല്ല ഉള്ളത്. അതിൻ്റെ അകത്ത് നമ്മളുടെ ജീവിക്കുന്ന സാഹചര്യവും നമ്മളുടെ മനസ്സിന് മേലുള്ള സ്വാധീനവും നമ്മളുടെ ലൈഫ് സ്റ്റൈലും എല്ലാം ഘടകങ്ങളാണ്. ഇതെല്ലാം നമ്മളുടെ ആ ഒരു ലൈംഗിക ശേഷിയെ ബാധിക്കും. അപ്പം അത് കാലത്തിനനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മുടെ ലൈംഗിക ശേഷിയെ ബാധിക്കും. അപ്പോൾ എല്ലാം ഉണ്ട്.
അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിനോടൊപ്പം തന്നെ ശരീരവും പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യോഗ പോലെയുള്ള പ്രവർത്തികൾക്ക് ഇത്രയധികം പ്രാധാന്യം ഉണ്ടാകുന്നത്. കാരണം മൈൻഡ് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശക്തമായ ലൈംഗിക അവയവം എന്ന് പറയുന്നത് മനസ്സാണ്, ബ്രെയിനാണ്. അപ്പോൾ ആ ബ്രെയിനിനെ മൈൻഡ്ഫുൾ സ്റ്റേറ്റിലാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം യോഗയാണ്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കരിക്കുലവുമായി ബന്ധപ്പെട്ട് ഇത് അത്ര നന്നായി പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ സിലബസിൻ്റെ വലിയ ഒരു ഭാഗമായിട്ടിത് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് താങ്കൾ സൂചിപ്പിച്ചിരുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മുടെ കരിക്കുലവുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ, അല്ലെങ്കിൽ വിവോക്സിൻ്റെ ഭാഗമായിട്ട് അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും വിവോക്സിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് അത് ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഒരു കൊളോണിയൽ റിലിക്കാണ് ഇവിടുത്തെ വിദ്യാഭ്യാസവും ഹെൽത്ത് കെയർ സിസ്റ്റവും എല്ലാം. അപ്പം ആ ഒരു കാഴ്ചപ്പാട് ഇന്നും വളരെ ശക്തമായിട്ട് തുടരുന്നത് കൊണ്ടാണ് ഒരു മാറ്റം ഉണ്ടാവാത്തത്. അപ്പോൾ ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തലപ്പത്തുള്ളവർ കൂടെ മാറി ചിന്തിച്ചാലേ നടക്കത്തുള്ളൂ. കാരണം ഡിസിഷൻ മേക്കിംഗ് അവരാണ്. അപ്പോൾ അവർ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇത് ശാസ്ത്രം എന്ന് പറയുന്നത് കല്ലിൽ കൊത്തിവെച്ച ഒരു കൽപ്പനയല്ല. അത് പുതിയ തെളിവുകൾ വരുമ്പോൾ മാറും. അപ്പോൾ ഞാനീ പറഞ്ഞ മറ്റേ നെർവസ് സിസ്റ്റത്തിൻ്റെയും റെഗുലേഷൻ്റെ കാര്യവും ലൈംഗികത എന്ന് പറയുന്നത് ഒരു വികാരമാണ് എന്നൊക്കെയുള്ള കാര്യം 2020 ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും തിരിച്ചറിവ് വന്നത്. ഇപ്പം വളരെ കോർപ്പറേറ്റ്സുകളുടെ ഇടയിൽ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകമുണ്ട്, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ് ഡാനിയൽ ഗോൾഡ്മാൻ്റെ. അപ്പോൾ അത് 90കളിൽ വന്ന പുസ്തകമാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ട് അതിൻ്റെ അകത്ത് സെക്സിനെ പറ്റി ഒരു മെൻഷനും ഇല്ല. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശക്തമായ വികാരം സെക്സാണ്, പക്ഷേ സെക്സിനെ പറ്റി ഒരു മെൻഷനും ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം അത് ഒരു പാപമാണെന്നുള്ളൊരു കൾച്ചറൽ ബോധത്തിലാണ് ഇവർ അന്നും ഉണ്ടായിരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊരു വെസ്റ്റേൺ തിങ്കിങ്ങിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു തിങ്കിങ്ങിൽ നിന്നും ബ്രേക്ക് ഔട്ട് ആയത് ഏതാനും ദശകങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, 2020 ഈ പറഞ്ഞ മറ്റേ ഡ്യുവൽ കൺട്രോൾ സിസ്റ്റവും ഡ്യുവൽ കൺട്രോൾ മോഡൽ ഓഫ് ദ മൈൻഡ് സെക്സ് സയൻസിൽ വന്നത് 2000 തുടക്കത്തിൽ. അത് പബ്ലിഷായി വന്നതൊക്കെ 2010 പോളിവേഗൽ തിയറി. ഇതൊക്കെയാണ് ലൈംഗികത നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശക്തമായ വികാരങ്ങളിൽ ഒന്നാണെന്നുള്ള തിരിച്ചറിവ് വന്നത്. ഇറ്റ്സ് വെരി റീസെൻറ്റ്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെ ഈ ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സായിപ്പ് മാറി. അവിടെ ഓൾറെഡി അവർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഇപ്പോഴും നമ്മൾ മറ്റേ കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിച്ചതാണ് ഇപ്പോഴും നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ജെൻഡർ ജസ്റ്റിസ്, ഒരു സ്ത്രീകൾക്ക് കൂടി നീതി കൊടുക്കുവാൻ പാകത്തിന് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. ലൈംഗികതയെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ, കാരണം താരതമ്യേന പുരുഷനെ അപേക്ഷിച്ച് ദുർബലയാണ് സ്ത്രീ ശാരീരികമായി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ജെൻഡർ ജസ്റ്റിസ് ഉണ്ടാക്കിയെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ഒരു ബെറ്റർ പ്രൊഡക്ടിവിറ്റി, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയും വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു രീതിയിൽ കൂടി ഇതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്? അതൊന്നും ഇതിൻ്റെ അകത്ത് ലൈംഗികതയിൽ ഏറ്റവും അധികം തെറ്റിദ്ധാരണകൾ ഇന്നും നിലനിൽക്കുന്ന ഒരു മേഖലയാണ് സ്ത്രീകളുടെ ലൈംഗികത. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഇപ്പോൾ ഒരു സെക്സ് എന്ന് പറയുന്നത് ഒരാൾ തമ്മിൽ ചെയ്യുന്ന ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, നമ്മൾ റിലേഷണലാണ് അല്ലേ? അപ്പോൾ അവിടെ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ ഒരു പേട്രിയാർക്കൽ കാഴ്ചപ്പാടെന്ന് പറയുന്നത് സെക്സ് എന്ന് പറയുന്നത് പുരുഷൻ്റെ ആനന്ദത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. സ്ത്രീ അതിനു വേണ്ടി വഴങ്ങി കൊടുക്കുന്നു എന്നുള്ളൊരിതാണ്. പക്ഷേ അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? കാരണം ആ ഒരു കാഴ്ചപ്പാടാണ് സമൂഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പം സ്ത്രീകളുടെ ഒരു രതിമൂർച്ച, ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ച് രതിമൂർച്ച എന്ന് പറയുന്ന ഓർഗാസം എന്ന് പറയുന്നത് താരതമ്യേന പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഒട്ടുമിക്ക പുരുഷന്മാർക്കും. അത് ഈ പറഞ്ഞ ഓർഗാസം സംഭവിക്കുമ്പോൾ തന്നെ ഇജാക്കുലേഷൻ സംഭവിക്കും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു 80% സ്ത്രീകൾക്കും ഇപ്പോഴും ഒരു ശാരീരിക, അതായത് ഒരു ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന ശാരീരിക ബന്ധത്തിലൂടെ ഒരു പുരുഷന്മാരെ പോലെ ഒരു ഓർഗാസം എത്താറില്ല. അതിന് വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. പുരുഷൻ്റെത് പോയിന്റഡ് ആണ്, സ്ത്രീകളുള്ളത് മൊത്തം ശരീരം മാത്രമല്ല. എന്ന് ഡിഫ്യൂസ് എന്നുള്ളത് മാത്രമല്ല, സ്ത്രീകളുടെ ശരീരശാസ്ത്രത്തെ പറ്റിയുള്ള തിരിച്ചറിവ് പുരുഷന്മാർക്കും ഇല്ല. വൈദ്യശാസ്ത്രത്തിന് സ്ത്രീയുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരെ രതിമൂർച്ചയിലെത്തിക്കുന്ന ക്രിസരി, ക്ലിറ്ററിസ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ആ അവയവം സ്ഥിതി ചെയ്യുന്നത് യോനിക്കുള്ളിലല്ല,
യോനിക്ക് പുറത്താണ്, വൾവയ്ക്ക് മുകളിലായിട്ടാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഒരു പുരുഷനില്ലെങ്കിൽ എന്താ, അവൻ കാണുന്നത് പോണോഗ്രഫി കണ്ടിട്ടാണ് അവൻ ലൈംഗിക വിദ്യാഭ്യാസം നേടുന്നത്. പോണോഗ്രഫിയിൽ കാണിക്കുന്നത് എന്താണ്, ഈ പറഞ്ഞ പോൺ സെക്സ് എന്ന് പറയുന്നത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സാണ്. അപ്പോൾ ഇതിലൂടെ ഒരു സ്ത്രീക്ക് രതിമൂർച്ചയിലെത്താൻ പറ്റത്തില്ല, എത്തുന്ന സ്ത്രീകൾ വളരെ കുറവാണ്. അപ്പോൾ അവിടെ എന്താ വേണ്ടത്, നിങ്ങൾ സ്ത്രീകളുടെ അനാറ്റമി, ശരീരശാസ്ത്രം പഠിക്കണം. ഈ ഒരു തിരിച്ചറിവ് മെഡിക്കൽ സയൻസിന് പോലും വന്നിട്ട് അധികം നാളായില്ല. ഇപ്പം ഈ ക്രിസരിയെ പറ്റിയുള്ള ഒരു സമ്പൂർണ്ണ പഠനം വന്നത് 2005 ഹെലൻ ഓ'കോണൽ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ സെക്സോളജിസ്റ്റാണ് ആദ്യമായിട്ട് ക്രിസരി കംപ്ലീറ്റ് ആയിട്ട് മാപ്പ് ചെയ്യുന്നത് 2005. അപ്പോൾ അത്രയ്ക്കും വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്കിപ്പോഴും ഉള്ളൂ. സെക്സ് സയൻസ് എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ളൊരു സയൻസാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ സ്ത്രീകളെ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വളരെ സ്റ്റിഗ്മറ്റൈസ്ഡ് ചെയ്തേക്കുന്ന ഒരു, സ്ത്രീകളുടെ ലൈംഗികത ഏറ്റവും അധികം ഈ സ്റ്റിഗ്മറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു മേഖലയും കൂടെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വളരെയധികം മാറ്റങ്ങളും നമ്മുടെ ചിന്താഗതി തന്നെ, അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ലൈംഗിക വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ ആവശ്യമാണെന്ന് പറയുന്നത്. കാരണം എങ്കിൽ മാത്രമേ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഇനിയുള്ള കാലത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് ഈ അടുത്ത സമയത്ത് കുറച്ചാലും മുന്നേ ആയിരുന്നു എങ്കിൽ ഈ അറേഞ്ച് മാരേജ്, ലവ് മാരേജിൽ കുറച്ചും കൂടെ ഒരു ദീർഘനാളത്തെ ബന്ധം സ്ത്രീയും പുരുഷനും തമ്മിലുണ്ട്. പക്ഷേ അറേഞ്ച് മാരേജിൽ അത്രയും മാത്രം ഒരു സ്ത്രീ പുരുഷ ബന്ധം പോസിബിൾ അല്ല. നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം പിന്നീട് ജീവിതത്തിലേക്ക് മറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ അവർ വിവാഹത്തിലേക്ക് എത്തും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഒരു ഗ്യാപ്പ് പലപ്പോഴും ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഉള്ള ഒരു ഗ്യാപ്പ് സ്ത്രീ പുരുഷന്മാർക്ക് കിട്ടാറുണ്ട്. അവർ പലരും തുറന്ന് സംസാരിക്കാറുമുണ്ട്. പക്ഷേ സംസാരിക്കുന്നത് പോലും തികച്ചും ശാസ്ത്രീയമല്ല. ഇവർക്ക് എന്തൊക്കെയാണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ എന്നതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചാൽ എന്തെങ്കിലും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. കാരണം എനിക്ക് ഇന്നതാണ്, ഈ രീതിയിലാണ് എന്ന് ഞാൻ തുറന്നു പറഞ്ഞാൽ അടുത്ത ആളിന് എന്ത് തോന്നും, എനിക്ക് മറ്റു രീതിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ത് തോന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വൈരുദ്ധ്യം, ഒരു ആശയപരമായ ഒരു കൺഫ്യൂഷൻ ഇവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കാര്യം, ആ ഒരു കൺഫ്യൂഷൻ ഇവർക്ക് ഇടയിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് പലരും ഇപ്പോൾ ചർച്ചിലൊക്കെ ആണെങ്കിൽ തന്നെ ഇവർക്ക് ഒരു പ്രീ മെറിറ്റൽ കോഴ്സൊക്കെ നടത്തുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ളൊരു പ്രീ മെറിറ്റൽ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഈ പ്രീ മെറിറ്റൽ കോഴ്സ് ഞാനും അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തി അതുകൊണ്ട് പറയുകയാണ്. ഇതിൻ്റെ അകത്ത് ഇത് ഈ ചർച്ചിൻ്റെ പ്രീ മെറിറ്റൽ കോഴ്സ് എന്ന് പറയുന്നത് ഈ മുട്ടയില്ലാതെ എങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക എന്നുള്ളൊരു നമ്പറാണ്. ഇതിൻ്റെ അകത്ത് ശരിക്കും നിങ്ങൾക്ക് ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, സംഭാഷണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സെക്സിനെ പറ്റി ഇതൊരു പുതിയ ഭാഷ പഠിക്കുന്നത് പോലെ പഠിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ നേരത്തെ തുടങ്ങണം. ഇത് കല്യാണം കഴിക്കുന്നതിന് 3 ദിവസം മുമ്പല്ല. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഉണ്ടാകത്തുമില്ല. അവിടെയാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം. അല്ല, പക്ഷേ നമുക്ക് ആൾറെഡി മെച്ചുവേർഡായ അഡൾട്ടായ ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് വീണ്ടും സ്കൂളിൽ കൊണ്ടുവരുത്തി ഇതിൻ്റെ ഒരു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ സമയത്ത് വിവാഹം നടക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് സ്ത്രീ, ശരിയാണ് ദീർഘനാളത്തെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം മറ്റെല്ലാ ബന്ധങ്ങളും പോലെ തന്നെ സ്ത്രീയോട് എങ്ങനെ സംസാരിക്കണം, മറ്റൊരു ജെൻഡറിനോട് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് ലൈംഗികതയുമായി ബന്ധപ്പെട്ട് എങ്ങനെ സംസാരിക്കണം എന്നത് നമ്മൾ ആദ്യം തന്നെ പഠിച്ചെടുക്കേണ്ട, ദീർഘനാളത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. വളരെ പെട്ടെന്ന് പോസിബിളായ ഒരു കാര്യമല്ല. പക്ഷേ നമ്മൾ ആൾറെഡി അഡൾട്ടായിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനായിരിക്കുമല്ലോ പെട്ടെന്ന് ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അവരെ നമ്മൾ എങ്ങനെയായിരിക്കും ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ കൊണ്ടുവരിക? ഓക്കെ, ബാലൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ അഡൾട്ടായിട്ട് ഒരു വ്യക്തിക്ക് സൈക്കിൾ ഓട്ടാൻ അറിയത്തില്ലെങ്കിൽ എങ്ങനെ പഠിക്കുന്നത്? സൈക്കിൾ ഓട്ടാൻ ആദ്യമേ ചവിട്ടുമ്പം മൂക്കും കുത്തി താഴെ കിടക്കും ഇല്ലേ? ഇത് പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റുള്ളൂ. എന്ന് പറയുന്നത് പോലെ ഒരു എഫേർട്ട് എടുക്കണം. അവിടെയാണ് നമ്മുടെ എത്രത്തോളം എഫേർട്ട് എടുക്കാനായിട്ട് നിങ്ങൾ സന്നദ്ധരാകണം എന്നുള്ള ഒരു വില്ലിങ്നെസ് വരുന്നത്. അല്ല, അവിടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡൽട്ടായ വ്യക്തി, ഈ നമ്മളിപ്പോൾ ഒരു അറേഞ്ച് മാരേജ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ സ്ത്രീ പിന്നീടേ കണ്ടുമുട്ടുള്ളൂ. ഇത് രണ്ടുപേർക്കിടയിലുമുള്ള ഒരു വൈരുദ്ധ്യത്തിൻ്റെ, ഇദ്ദേഹം നോളജബിൾ ആണെങ്കിലും മറ്റേ ആൾ അത്രത്തോളം നോളജബിൾ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വൈരുദ്ധ്യം ഉണ്ടാവും. ഓരോ ആൾക്കാർക്ക് സംസാരിക്കേണ്ടതും വ്യത്യസ്തമാണ്. അവർ പരസ്പരം ആശയവിനിമയം നടത്തുന്ന രീതിയും വ്യത്യസ്തമാണ്. ഈ ആശയക്കുഴപ്പം നമ്മളെങ്ങനെ പരിഹരിക്കപ്പെടും? അത് ഒരുമിച്ച് സംഭാഷണത്തിലൂടെ മാത്രം. ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ട് നിങ്ങൾ സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ടല്ലോ. ആ ഒരു സംസാരിക്കാനുള്ള ഒരു അവസരത്തിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കണം. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിലും സോഷ്യൽ മീഡിയയുടെ ലോകത്തിലൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് ആ ഒരു കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഒരു
ഇൻട്രാക്ഷനിൽ ഇന്നത്തെ കാലത്തെ ജനറേഷൻ എന്ന് പറയുന്നത് കുറേ കൂടെ ഓപ്പൺ ആണ്. അവർ സംസാരിക്കാനായിട്ട് അവർക്ക് അങ്ങനെ വിമുഖതയൊന്നുമില്ല. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റെഗുലേഷൻ ഇല്ല അതിൻ്റെ അകത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോഴും ആ അതെ അതെ. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു റെഗുലേഷൻ കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ, കാരണം അവർ കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെയും, ഇപ്പോൾ സെക്സിനെ പറ്റി അറിയുന്നത് തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ഫോണിലൂടെയുമാണ്. ഇപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും, പുരുഷന്മാരെ പോലെ തന്നെ ഇന്ന് സ്ത്രീകളും ഫോൺ കാണുന്നവരാണ്. കാരണം ഇത് പണ്ട് ആക്സസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇന്ന് അതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹൈ എനർജിയാണ് കാമ എന്ന് പറയുന്നത്. അപ്പോൾ കാമയെ റെഗുലേറ്റ് ചെയ്യാൻ ധർമ്മയാണ് ഇവിടെ വേണ്ടത്. ആ ധർമ്മ റെഗുലേറ്ററി ഏജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും. അത് ഏത് പ്രായത്തിലായാലും പറ്റും. കാരണം നിങ്ങളുടെ ബ്രെയിനിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. ശരിയാണ്, കുട്ടികളായിരിക്കുമ്പോൾ കുറേ കൂടെ പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ കാരണം ഇതൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയാണ്, ഒരു മൈക്രോ ഡെമോക്രാറ്റിക് സൊസൈറ്റിയാണ്. രണ്ടു പേരുള്ള ഇടത്ത് ഒരു ജനാധിപത്യ സമൂഹം. ഇത് പരസ്പര പൂരകമല്ല എങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ഒരു റിഫ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട്. അതുകൊണ്ട് അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ രണ്ടുപേരും തന്നെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു സന്നദ്ധത കാണിക്കണം. ഇതൊരു കോൺവെർസേഷനാണ്. ആ കോൺവെർസേഷനിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ അതേ ഞാൻ പറഞ്ഞു, സൈക്കിൾ ചവിട്ടാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമേ ബാലൻസ് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ പോയെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു എഫേർട്ട് എടുക്കണം. അപ്പോൾ അതിന്ന് പുരുഷന്മാർ വളരെ ആവശ്യമാണ്. കാരണം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ശാക്തീകരണം നൽകുന്നത് ആർക്കാണ്? സ്ത്രീകൾക്കാണ്. ശാക്തീകരിച്ച് സ്ത്രീ ഇന്ന് വേറെ ലെവലിലാണ്. പുരുഷന്മാർ ഇപ്പോഴും 50-ലും 60-ലും ഒക്കെയാണ് നിൽക്കുന്നത്. അവർ ചിന്തിക്കുന്നത് ഇവർ ഇപ്പോഴും അവരുടെ നീഡ്സിന് വേണ്ടി നിൽക്കും എന്നുള്ള ഇതാണ്. അല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ലൈംഗിക താല്പര്യത്തിൽ തന്നെ ഇപ്പം ഒരു പുരുഷൻ്റെ ലൈംഗിക താല്പര്യം ഉണരുന്നത് പോലെയല്ല ഒരു സ്ത്രീക്ക് ലൈംഗിക താല്പര്യം ഉണരുന്നത്. അവരുടെ ഇപ്പം ഉദാഹരണത്തിന് ഒരു പുരുഷന് ഒരു കാണാൻ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ താല്പര്യം വരും, സെക്സിൽ ഏർപ്പെടാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് സ്പോണ്ടേനിയസ് ഡിസയർ. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവരുടെ ഡിസയർ എന്ന് പറയുന്നത് റെസ്പോൺസീവ് ആണ്. അവർക്ക് കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്, കോൺവെർസേഷൻ ഇമ്പോർട്ടൻ്റ്, സംഭാഷണം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പുരുഷനെ പോലെ തന്നെ ഒരു ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ കുറച്ച് മെനക്കെട്ട പണിയാണ്. അതുകൊണ്ടാണ് പുരുഷന്മാർ ഫോണിലോട്ട് തിരിയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് റെഡിയാകും, അവരെ ഹാപ്പി ആകും. എന്തായാലും തീർച്ചയായും ഒരു സമൂഹത്തിൽ ഒരു ജസ്റ്റിസ് കൊണ്ടുവരുന്നതിനും അല്ലെങ്കിൽ ഒരു ജെൻഡർ ജസ്റ്റിസ് കൊണ്ടുവരുന്നതിനും സമൂഹത്തിനകത്തൊരു നല്ല ബന്ധം, ഊഷ്മളമായ ബന്ധം ഉണ്ടാകുന്നതിനും രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിക്കും ഒക്കെ ഏറെ അനിവാര്യമായ ഒരു മാനസിക തലം ഇതിനകത്തുണ്ട്. ഒരു സെക്ഷ്വാലിറ്റിക്ക്, ഒരു ഫങ്ഷണൽ സെക്ഷ്വാലിറ്റിക്കുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ കൂടി വളരെയധികം ആരോഗ്യവാന്മാരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയട്ടെ. വി വ്ളോഗ്സിനത് പ്രത്യേകിച്ചും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.